രാഹുൽ ഈശ്വർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ ഈശ്വർ, താങ്കൾക്ക് ഈ ചിത്രം കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? വിശ്വാസികളുടെ വിശ്വാസങ്ങളെ ഹനിക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യുദ്ധങ്ങൾ, ലോകതലത്തിലുള്ള യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ ട്രംപാണ് ഇറാനെതിരെ പോരാട്ടത്തിനിറങ്ങി സ്വയം പരാജിതനായി മാറി നിൽക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത്. വെല്ലുവിളികൾ മാത്രമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന്. ഈ വെല്ലുവിളികളിൽ ഉറപ്പൊന്നും ഉണ്ടാകുന്നില്ല. പല വെല്ലുവിളികളിൽ നിന്നും ഭീഷണികളിൽ നിന്നും പിന്നോട്ട് പോകേണ്ട പശ്ചാത്തലം ഉണ്ടാകുന്ന തരത്തിൽ ആ സമയത്ത് കൂടിയാണ് ഇത്തരമൊരു ചിത്രം പങ്കുവെക്കുന്നത്. എന്ത് തോന്നുന്നു താങ്കൾക്ക്? ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ നന്മകളിൽ ഒന്നാണ് യേശുക്രിസ്തു. അദ്ദേഹത്തെ എല്ലാ മതങ്ങളും ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. സമാധാനത്തിന്റെ രാജാവാണ്. പ്രിൻസ് ഓഫ് പീസ് എന്നാണ് പോപ്പ് ഉപയോഗിക്കുന്നത്. ആ പ്രിൻസ് ഓഫ് പീസിനെ ട്രംപുമായി സ്വയം കമ്പയർ ചെയ്യാൻ വല്ലാത്തൊരു ഉളുപ്പും ഒരു ധാർഷ്ട്യവും അഹങ്കാരവും വേണം. അമേരിക്കക്കാർ പലരും, ജെഫ്രി സാക്സ് അടക്കമുള്ള പ്രമുഖനായ അമേരിക്കൻ സാമൂഹിക ശാസ്ത്രജ്ഞർ ട്രംപിനെ സൈക്കോപാത്ത് എന്നാണ് വിളിക്കുക. നമ്മൾ വേറൊരു രാജ്യക്കാരാണ് അങ്ങനെ വിളിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ യഥാർത്ഥത്തിൽ ചിത്തഭ്രമം സംഭവിച്ച ലോകത്തെയും അമേരിക്കയും അപകടത്തിലേക്ക് നയിക്കുന്ന, ഓരോ ദിവസവും $1 ബില്യൺ വെച്ച് അമേരിക്കയ്ക്ക് അനാവശ്യ ചെലവ് വരുത്തി വെച്ച യുദ്ധക്കൊതിയനായ 165 ഇറാനിലെ പിഞ്ചു പെൺകുട്ടികളെ ടോമഹോക്ക് മിസൈൽസ് അയച്ച് കൊല്ലാൻ കാരണക്കാരനായി ഈ മനുഷ്യൻ സ്വയവും യേശുക്രിസ്തുവായി കമ്പയർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനോട്, ക്രിസ്ത്യാനിറ്റിയോട്, നമ്മളെല്ലാം ആദരിക്കുന്ന സഭകളോടുള്ള ഏറ്റവും വലിയ അവഹേളനമാണ്. അതോടൊപ്പം അമേരിക്കക്കാരൻ തന്നെയായ ആദ്യത്തെ അമേരിക്കൻ പോപ്പാണ് പോപ്പ് ലിയോയെ കടന്നാക്രമിക്കുകയും മറ്റും ചെയ്യുകയും ചെയ്യുന്നത് ക്രിസ്ത്യൻ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. യഥാർത്ഥത്തിൽ തീവ്ര വലതുപക്ഷ ക്രിസ്ത്യൻ വാദമാണ് ട്രംപ് ഉയർത്തുന്നത്. അത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റിയുടെയും ക്രിസ്തുവിന്റെയും സന്ദേശത്തിന് എതിരാണ്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക്, സർവ്വമത വിശ്വാസി എന്ന നിലയ്ക്ക് എനിക്ക് രക്തം തിളക്കിയാണ് ഉണ്ടായത്. ആ യേശുക്രിസ്തുവിനെ സ്വയം കമ്പയർ ചെയ്ത് ഉള്ള ഫോട്ടോ വന്നപ്പോ പ്രതിഷേധത്തിനൊടുവിൽ അങ്ങ് ശ്രദ്ധിച്ചു കാണുന്നത് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ട്രംപ് പറഞ്ഞ ന്യായീകരണം BBC ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്നെ തന്നെ ഒരു ഡോക്ടർ എന്നാണ് ഉദ്ദേശിച്ചതെന്നാണ്. തൊട്ടുപുറകിൽ കാണുന്നത് പട്ടാളക്കാരുടെ, രോഗികളുടെ ഒക്കെ ചിത്രങ്ങൾ വെച്ചാണ്. ഒപ്പം അമേരിക്കൻ പതാകയും നമുക്ക് പുറകിൽ കാണാം. ഇതെല്ലാം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ഒരാളെന്നുള്ള ഭാവത്തെയാണ് ട്രംപിന്റെ ഈ നിപ്പ്. മാത്രമല്ല, ഞാൻ റെഡ് ക്രോസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഡോക്ടർ എന്നാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തതാണെന്ന്. ഏത് ഡോക്ടറാണ് ഈ ചുമന്ന കേപ്പുകൾ ഇട്ടുകൊണ്ട് വരുന്നത്? ഈ മനുഷ്യൻ തെറ്റ് ചെയ്യുകയും ആ തെറ്റിനെ നാണം കെട്ട് ന്യായീകരിച്ച് കള്ളം പറയുകയാണ്. അങ്ങേക്ക് ഓർമ്മ കാണും, ഇറാനിലെ 165 കൊച്ചു പെൺകുട്ടികളെ കൊന്നപ്പോ പീറ്റ് ഹെക്സറ്റ് എന്നുള്ള അദ്ദേഹത്തിന്റെ യുദ്ധക്കൊതിയനായ മിനിസ്റ്റർ പോലും അതിനെ ന്യായീകരിച്ചില്ല. ഞങ്ങൾ അന്വേഷിക്കുകയാണെന്ന് പറഞ്ഞു. ട്രംപ് പറഞ്ഞത് ഇറാൻ തന്നെ ചെയ്തതായിരിക്കുമെന്നാണ്. അപ്പൊ സത്യമെന്ന കാര്യത്തോട് തരിമ്പോലും പ്രതിബദ്ധതയില്ലാത്ത, അമേരിക്കയെ ഒരു പോളിസി ഡിസാസ്റ്ററിലേക്ക് നയിക്കുന്ന, ഇറാഖിനേക്കാൾ വലിയ പരാജയമാകും, അഫ്ഗാനിസ്ഥാനിലേക്കാൾ വലിയ പരാജയമാകും ഇറാൻ എന്നുള്ളതാണ് ഇപ്പോ നിലനിൽക്കുന്ന കാര്യങ്ങൾ. വിയറ്റ്നാമിനും ഇറാനും അഫ്ഗാനിസ്ഥാനും ശേഷം അമേരിക്ക ഒന്നും പഠിച്ചിട്ടില്ല. അതിനേക്കാൾ വലിയ പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്ന ദുരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഇറാൻ പറഞ്ഞത് ഹോർമൂസ് കടലിടുക്ക് തങ്ങൾ തടയുമെന്നാണ്. ഇപ്പം ട്രംപ് പറയുന്നത് ഞാനും കൂടെ നിന്ന് തടയാമെന്നാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ചിത്തഭ്രമം ബാധിച്ച, ബുദ്ധിസ്ഥിരതയില്ലാത്ത, പോളിസി അടിസ്ഥാനമില്ലാത്ത ഒരു പ്രസിഡന്റാണ് ഭരിക്കുന്നത്. അമേരിക്കക്കാരെയും ലോകത്തെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തു അദ്ദേഹത്തിനോട് ക്ഷമിക്കട്ടെ. എങ്ങനെയാണ് രാഹുൽ ഈശ്വർ, താങ്കളുടെ പ്രതികരണത്തിന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.